ഹലോ, എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടന്നാലോ? അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 2 വീഡിയോകൾ നമ്മൾ ചെയ്ത് അവിടെ നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നും ഫസ്റ്റ് ടൈം എന്താണെന്നും കോമൺ ഡിഫറൻസ് എന്താണെന്നും അതുപോലെ തന്നെ എന്നാം പദം അല്ലേ, എത്ര ടൈം അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്രാമത്തെ ടൈം വേണമെങ്കിലും കണ്ടുപിടിക്കാം എന്നുള്ള സാധനം കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സെയിം ഓർഡറിലല്ല നമ്മൾ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ വരുന്ന സമയങ്ങളിൽ ചെയ്യും. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ, ഒരു ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ അടുത്ത ഒരു കാര്യം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആൾജിബ്രൈക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും റെഡി അല്ലേ? ഇതെന്തോന്ന് സാധനം അല്ലേ? ആൾജിബ്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ഒരു പേടിയാണ്. ഒരു പേടിയും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ച സെയിം ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കലക്ക ഒരു ചാമ്പൽ ചാമ്പാം. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നോക്ക്, ആൾജിബ്രൈക് ഫോം എഴുതി വയ്ക്കാം. ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്ക് ക്യാപിറ്റൽ എഴുതാം. അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. ഞാൻ ഷോർട്ടായിട്ട് എഴുതുകയാണ്, ശ്രേണിയുടെ ബീജഗണിത രൂപം. ഹെഡിങ് എഴുതണം കേട്ടോ. ബീജഗണിത രൂപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. പേര് കേട്ടിട്ട് പേടിക്കണ്ട, വളരെ സിമ്പിളാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്, ഓർമ്മയുണ്ടോ? ഏതാ? xn = dn + f - d. ആ സാധനം അറിയാലോ, അത് ഉപയോഗിക്കാൻ അറിയാലോ, അത് ഉപയോഗിച്ച് കണക്കുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഒരു ചുക്കും പേടിക്കണ്ട, ഇത് വളരെ എളുപ്പമുള്ള സാധനമാണ്. ശ്രദ്ധിക്കുക, ആദ്യം ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം നോക്കാം. ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ, അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ആൾജിബ്രൈക് ഫോം എപ്പോഴും ഇങ്ങനെയായിരിക്കും, an + b എന്ന രൂപത്തിലായിരിക്കും. അതിൻ്റെ ബീജഗണിത രൂപം എങ്ങനെയായിരിക്കും? xn = an + b എന്ന രൂപത്തിലായിരിക്കും. ഇല്ലെങ്കിൽ തിരിച്ചു പറയാം, അതിൻ്റെ ആൾജിബ്രൈക് ഫോം an + b എന്ന് ആണെങ്കിൽ ഇത് തിരിച്ചെന്താണ്, ഇതൊരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. എന്തൊക്കെയോ പറഞ്ഞല്ലേ, വേണ്ട, ഭയങ്കര തല ചൂടാക്കുകയൊന്നും വേണ്ട. നമുക്ക് സിമ്പിളായി കണക്കുകൾ ചെയ്ത് തിരിച്ച് ഈ പറഞ്ഞ സാധനത്തിലേക്ക് നമുക്ക് വരാം. 1-2 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ ഒരു ആൾജിബ്രൈക് ഫോം, ഒരു സീക്വൻസിൻ്റെ, ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം എങ്ങനെ എഴുതണം എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാം, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതണം. ഒരു ചോദ്യം നമുക്ക് നോക്കിയാലോ? ഞാനൊരു ചോദ്യം എഴുതാണ്, നമുക്ക് പരിചയമുള്ള ചോദ്യം തന്നെയാണ്. 3, 2, 5, 7, 9. ഇതെന്താ ഇത് തന്നെ എപ്പോഴും എഴുതുന്നതെന്ന്? ഒരേ സാധനം നമുക്ക് നല്ല പരിചയമുള്ളതല്ലേ, അതുകൊണ്ടാണ് വീണ്ടും എഴുതുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു സമാന്തര ശ്രേണി പരിഗണിക്കുകയാണ്. വേണമെങ്കിൽ ഒരു ചോദ്യം എഴുതിക്കോളൂ. കൺസിഡർ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 3, 5, 7 etc. 9 വേണ്ട. 3, 5, 7, 9 എന്ന സമാന്തര ശ്രേണി പരിഗണിച്ചാൽ റൈറ്റ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദി സീക്വൻസ്. ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ചോദ്യം നിങ്ങൾ എഴുതിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ഈ സാധനം കണ്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ തരാം. ടെക്സ്റ്റ് ബുക്കിലും ചോദ്യങ്ങളുണ്ട്, നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ 3, 5, 7, 9 എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റെഡിയല്ലേ? വളരെ എളുപ്പമാണ്. സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക എന്ന് പറഞ്ഞാൽ
പൂ നുള്ളുന്ന പോലെ വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കുക, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതേണ്ട 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണത്? ഫസ്റ്റ് ടേമും അതുപോലെ തന്നെ എന്താണ് കോമൺ ഡിഫറൻസും. ഫസ്റ്റ് ടേം എഴുതിക്കൂടെ? എഴുതിക്ക്. എത്രയാണ് ഫസ്റ്റ് ടേം? എത്രയാണ്? 3. ആദ്യ പദം എഫ് 3. ദെൻ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? തൊട്ട് മുന്നത്തെ ടൈം ഇന്ന് പുറകിലെ സംഖ്യ നമ്മൾ കുറച്ച് നോക്കും. 5 കുറയ്ക്കണം 3 നമുക്ക് 2 എന്ന് കിട്ടി. 7 കുറയ്ക്കണം 5 2 എന്ന് കിട്ടി. 9 കുറയ്ക്കണം 7 2 എന്ന് കിട്ടി. ഏതെങ്കിലും രണ്ടെണ്ണമൊക്കെ ചെയ്താൽ മതി കേട്ടോ. സോ ആൻസർ ഈസ് ഈക്വൽ ടു 2. ഇച്ചിരി പൊലിപ്പിച്ച് പറഞ്ഞാൽ ഇച്ചിരി ബിൽഡപ്പ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടി. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, ലവം മതി. ഞാനതാ പറഞ്ഞു ഇവനും പൊന്നും വിലയുള്ള ഇക്വേഷൻ ആണെന്ന്. എക്സ് എൻ ഈസ് ഈക്വൽ ടു പറഞ്ഞോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇത് വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് എൻ ഈസ് ഈക്വൽ ടു, ഇവിടെ 10 20 കൊടുക്കണ്ട, എക്സ് എൻ തന്നെ. എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ. ഇത് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. നോക്കിയേ, ഡി എൻ. ഡി എത്രയാ? 2. എന്നിന് ഇവിടെ വേറെ വിലയും തന്നിട്ടില്ലല്ലോ. ഈ 10 20 30 പദം കണ്ടുപിടിക്കുമ്പോഴല്ലേ എന്നിന് വില കൊടുക്കുന്നുള്ളൂ അല്ലേ? ഇപ്പം അത് എന്നിന് വിലയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുക? ആൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കുമ്പോൾ എന്നിന് വിലയൊന്നുമില്ല, എൻ അവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ 2n എന്നും ഞാൻ അവിടെ അങ്ങ് എഴുതി. ഡിക്ക് പകരം ഞാൻ എന്ത് എഴുതി? 2 എന്ന് എഴുതി. 2n പ്ലസ് എഫ് മൈനസ് ഡി. 3 മൈനസ് അല്ലേ, എഫ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 മൈനസ് ഡി എത്രയാ? 2. സോ എക്സ് എൻ ഇസ് ഈക്വൽ ടു 2n പ്ലസ് 3 മൈനസ് 2. അത് എന്തിനാണല്ലേ നമ്മൾക്ക് ഒരു താമസം വരുന്നത്? എത്രയാണ് 3 മൈനസ് 2? 3ൽ നിന്ന് 2 കുറച്ച് എത്രയാ? എൻ്റെ സാറേ വളരെ സിമ്പിളല്ലേ? അത്രയും സിമ്പിളുള്ളടാ, അത്രയും സിമ്പിളാണ് ഈ സാധനം. ഇപ്പോൾ എത്ര കിട്ടി നമുക്ക്? എന്ത് കിട്ടിയ ആൻസർ? എക്സ് എൻ ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1. സാറ് നേരത്തെ പറഞ്ഞ പോലെ കണ്ട an പ്ലസ് ബി. എന്ത് ക്യൂട്ടാന്ന് നോക്കി, an പ്ലസ് ബി. അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി? എക്സ് എൻ ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1. ആൾജിബ്രൈക് ഫോം ആയോ? ആയി. ഇത്രേ ഉള്ളൂ ബീജഗണിത രൂപം. ഒരു ശ്രേണിയുടെ എങ്ങനെ കളിച്ചാലും 2 മാർക്കിന് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളൊരു സാധനമാണ്. ആൾജിബ്രൈക് ഫോം കിട്ടി. ബീജഗണിത രൂപം എത്രയാണ്? 2n പ്ലസ് 1. എത്ര എളുപ്പമാണ് അല്ലേ? ഇതേപോലെ എളുപ്പമായിട്ട് നമുക്ക് മാത്സ് പഠിക്കണം. നല്ല മാർക്കുകൾ നമുക്ക് മേടിച്ചു കൂട്ടണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ. ബൈ.